മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം യുവർ ഗുഡ് നെയിം പ്ലീസ്. നെയിം 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 തോസി. ഇന്ത്യ ഇസ് ഇൻക്രെഡിബിൾ. എല്ലാം ഇവിടെ കിട്ടും. ദീപാവലി എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ദീപയുടെ ഭർത്താവ് കിണറ്റിൽ വീണു. പടക്കങ്ങൾ പൊട്ടുന്നത് പോലെയായിരുന്നു ക്ലാസ്സുകളിൽ പൊട്ടിക്കൊണ്ടിരുന്നത്. ജിന്ദഗി മേ ധഡ്കൻ നെയ് എന്നൊരു ചൊല്ലിലാണ് പടക്കത്തിനോടുള്ള ഈ വീക്ക്നെസ്. പ്ലസ് ടു പൊട്ടിയത് മുതൽ ഞാൻ പടക്കങ്ങൾ അഗാധമായ പ്രണയത്തിലായി. കയ്യിലെക്കണോല്ലേ നടന്നു നടന്നു പോവാ. നടന്നു പോ. നമ്മള് പടക്കം വാങ്ങാം. നാളെ ദീപാവലിയാണ്. ദീപാവലിക്ക് നമ്മൾ എന്ത് ചെയ്യണം? പടക്കം പൊട്ടിക്കണം. നാളെ പടക്കം പൊട്ടിക്കാമല്ലോ. അപ്പൊ നമ്മൾ ബൈക്കിന് പോലെ നടന്നാ പോകുന്നത്. ഹലോ നാന്ത വരുന്നു. ഹലോ ഹലോ ഒന്നിൻ്റെ അടുത്തുണ്ട്. ഹലോ നമ്മളിതാ ഇന്ന് പോവുകയാണ്. നമ്മള് ചെന്നൈയിലെ ഒരു നഗരമധ്യത്തിൽ നിന്നും മാറിയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടി ചെന്നൈയിലെ ഒരു ചെറിയ കുഗ്രാമമായ വാനഗരം എന്ന പ്രദേശത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് ആരൊക്കെയാണെന്ന് വെച്ചാൽ സൽമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. നാളെ ദീപാവലി ആയതുകൊണ്ട് ചെന്നൈയില് പടക്കം പൊട്ടിക്കാൻ പോണം. അല്ല ചെന്നൈ ഞങ്ങൾ പൊട്ടിക്കും. ചെന്നൈ കോട. ഇതൊക്കെ പൊട്ടിച്ചിട്ട് അറൗണ്ട് 8:30 to 9:30 ഈ ഒരു ടൈമിലാണ് ഈ ഒരു ഓക്കെ. സമീർ താങ്കൾക്ക് എന്താണ് ഇതിനെ പറ്റി പറയുന്നത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോടനെ പറ്റി രാത്രി മുല്ല പൂക്കുന്നു. സിറാജു താങ്കൾ എന്താണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ പറയുന്നത്? വളരെ ഉത്കൃഷ്ടം നിറഞ്ഞ ഒരു യാത്രയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോട വരുന്നത് വളരെ വിജനതയായ ഒരു പാതയിലൂടെയാണ്. ഇത് എന്താ നമ്മളിപ്പോൾ മുന്നിലേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ആണ്. കാരണം അതെ താങ്കളുടെ ടൈം കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് സൽമാൻ ഈ സദസ്സിലേക്ക് വന്ന് ഈ കോടമഞ്ഞിനെ പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കോടമഞ്ഞിനെ പറ്റിയാണ് ഇതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു ഇതാണ്. എല്ലാവരുടെ ഇതുണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ഇതുണ്ടാവും. സിൻസാർ എങ്ങനെയുണ്ട് ചെന്നൈയിലെ ലൈഫ് എങ്ങനെയുണ്ട്? ചെന്നൈ ബ്യൂട്ടിഫുൾ ആണ്, അടിപൊളിയാണ്. പക്ഷെ കുറച്ച് ചെന്നൈയിലെ ബാച്ചിലർ ലൈഫ് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? പാവങ്ങൾ പൊരുക്കണം. എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു അണ്ണ കുമ്പിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. ചെന്നൈയിലെ മനോഹരമായ ദീപാവലി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. ചെന്നൈയിൽ അതാ തീ കൊടുക്കുന്നു. ദീപാവലിയുടെ പ്രത്യേകതരം ഓക്കെ. ഒട്ടന്മാര് വിശ്വസിച്ചു അവിടെ നിൽക്കുകയാണ്. പക്ഷെ അത് പടക്കമല്ലായിരുന്നു. മൂപ്പർക്ക് ദീപാവലിയാണോ മെഴുകുതിരിയാണോ എന്താ കത്തിക്കേണ്ടിയെന്ന് അറിയില്ല. മൂപ്പർ ആകെ പിക്ചർ കട്ടായി നിൽക്കണ് ടെൻഷനില്. അതെ അയാളെ കണ്ണിലേക്ക് നോക്കൂ. അത് അസഹിഷ്ണുതമായ ഒരു നോട്ടമാണ് അയാളെ മുഖത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹലോ ഗൈസ്, ലൈവ് പാർട്ടി. ഇത് കേരള, ഇത് ചെന്നൈയിൽ മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം യുവർ ഗുഡ് നെയിം പ്ലീസ്. നെയിം തോസി. ഇന്ത്യ ഇസ് ഇൻക്രെഡിബിൾ. എല്ലാം ഇവിടെ കിട്ടും. നിങ്ങൾ കേട്ടോ. നമ്മുടെ ദീപാവലിയുടെ പ്രത്യേക തരം ചില ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഏതാനും നിമിഷങ്ങൾക്കകം പടക്കം പൊട്ടുന്നതാണെന്ന് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു. പക്ഷെ പൊട്ടണില്ല, വേറെ എവിടെ പൊട്ടുന്നത്. പടക്കം ഇപ്പം പൊട്ടുന്ന സിറാജ് തലയിൽ കൈവച്ച് നിൽക്കുന്ന ഒരു രംഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങോട്ട് തിരിക്കണം. ഇപ്പം പൊട്ടും. അവിടെ കാണിക്കും പടക്കം കാണിക്കും. പൊട്ടും അത്. എനിക്ക് തോന്നുന്നത് തൂറ്റിപ്പോയതാണ്.
എനിക്ക് കാണുന്ന കാഴ്ച ദീപാവലിക്ക് പടക്കം പൊട്ടിക്കുന്ന ഒരു സീനാണ്. പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് തുറ്റിപ്പോയൽ ലൈക്ക് അത് വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു പടക്കം. നമുക്ക് മുന്നോട്ട് പോവാം. ഏതെങ്കിലും പടക്കം പൊട്ടിക്കുന്നുള്ള സ്പോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ദീപാവലിയുടെ കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്. എല്ലാവരുടെ മുഖത്തേക്ക് നമുക്കത് കാണാൻ പറ്റും. വളരെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു മുഖമാണ് നമുക്കിപ്പോൾ കാണിക്കുന്നത്. അതെ അതെ ഗൈസ്, റോഡിൽ ചാണകം. ദീപാവലി എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ദീപയുടെ ഭർത്താവ് കിണറ്റിൽ വീണു. അങ്ങനെ അതുള്ള തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് അത് വലിക്കാൻ വേണ്ടി വരുന്ന വലിക്കാൻ ദീപാനെ വിളിച്ചുകാണ്ട് ദീപ ഞാൻ കിണറ്റിൽ വീണിട്ടുണ്ട്, എന്നെ രക്ഷിക്കണം, അതിനൊരു കയറെടുത്തു പോകാറുണ്ട്. ശരിയാണ്, അങ്ങനെ വലിക്കാൻ പോകുന്ന ഒരു സീനാണ്. ദീപ കയറെടുത്ത് വന്നുകാണ്ട് കിണറ്റ് കിട്ടു, അയാളടുത്തേക്ക് കയറെത്തി. അങ്ങനെ ദീപയുടെ ഭർത്താവ് പറയാണ് ദീപ വലി 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 എന്ന്. അങ്ങനെയാണ് ദീപാവലി ഉണ്ടായത്. ഓക്കെ, അത് ഹൈവേയിൽ നിന്നും മാറി ഉൾനാട്ടിലേക്ക് വരുമ്പോഴാണ് വാനഗരം എന്ന പ്രദേശം നമ്മൾ കണ്ടുമുട്ടുന്നത്. അവിടെ കുഗ്രാമത്തിലുള്ള ചില പിള്ളേർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിജനമായ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് മുന്നിൽ ബാക്കിൽ വണ്ടിയുണ്ട്, ശ്രദ്ധിക്കുക. അവളാണെങ്കിൽ അന്തം വിട്ട കോയിനെ പോലെയാണ് പോകുന്നത്. കട്ട് ചെയ്യണ പരിപാടി. കണ്ടുവരുന്ന ഊബറാണ് ഈ വണ്ടി. ഈ വണ്ടിയിലാണ് അധികം ആളുകളും യാത്രകൾക്ക് ഉപയോഗിക്കുന്നത്. ഈ തീരദേശ മേഖലയിൽ നമ്മളിവിടെ പൂയി അടുക്കിയിട്ടുന്നത് ഈ ബിൽഡിങ്ങിൽ പണി കഴിപ്പിക്കാനാണ്. അതാ ആ കാണുന്നതാണ് നമ്മുടെ പെട്ടിപ്പിടിയ. കാണുന്നില്ലേ നിങ്ങൾ ഈ ബിൽഡിംഗ് എല്ലാം? ഇതാ ഇവിടെ കൂട്ടിയിട്ട പൂയികളെല്ലാം ഇവിടെ നിന്ന് ഇത് തേക്കാനുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒബ്രോൺ മാൾ. ആ ഒബ്രോൺ മാൾ ഒന്ന് കാണിക്കൂ. അവരാണ് നമ്മുടെ MD. എന്താണ് ജീവിതം? ചളി ഈ ജീവിതം വൈമുട്ടിയോ അതോ ജീവിതത്തിലേക്കുള്ള തിരിച്ചു നടത്താണ് അയാളുടെ മുഖത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അസഹിഷ്ണുതമായ ഒരു ഭൂമിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്കുകൾക്കായി ഞാൻ എൻ്റെ ടിവിനെ പറ്റി കുറച്ച് പൊക്കി പറയട്ടെ. ഇതാ നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൻ്റെ ഒരു അടിത്തറ പാകിയ ഒരു പ്രസ്താവനയാണ് ഈ കിവി എന്ന ഷോറൂം. ഇത് നമ്മളിവിടെ കണ്ടുവരുന്നത് ചില യുവത്വന്മാർ തുടങ്ങിയ ഒരു സംരംഭമായിട്ടാണ്. ഏതായാലും ആ സംരംഭം വളരെ നല്ലൊരു ഇതിലായി വിജയിക്കട്ടെ എന്ന് ആശംസിക്കൊണ്ട് അതെ ഞാൻ ഈ വാക്കുകൾക്ക് ഇതിന്റെ മേലെ പടക്കം പൊടുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ മുന്നിൽ നിന്നും കിവിന്റെ കമ്പനിയുടെ മുന്നിൽ നിന്നും പ്രത്യേകതരം പടക്കങ്ങളാണ് മേലേക്ക് പോയി പൊട്ടുന്നത്. ഗൈസ് അത് ഐ തിങ്ക് അത് നിന്നെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഇവിടെ വളരെ ഏറ്റവും പ്രശസ്തിയായ വിനായക സ്റ്റോർ. ചായക്കട അങ്ങോട്ട് ബാക്കിലാണ്. ചായക്കട കഴിഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. എന്നാലും സീനില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. 3 പേര് തേരാപ്പര നടക്കുന്ന ഒരു പ്രത്യേകതരം സീനിലേക്കാണ് നമ്മളിപ്പോൾ വൈകാണിച്ചു കൊണ്ടിരിക്കുന്നത് ഗൈസ്. ആ ബാക്കിൽ മുടി തൂങ്ങിയിരിക്കുന്നതാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഗാങ്സ്റ്റർ എന്നാണ് തോന്നുന്നത് ഗൈസ്. പിന്നെ സൈഡിൽ ഒന്നും മിണ്ടാതെ നടക്കുന്ന ഒരു പ്രത്യേകതരം ജീവിയെ നമുക്കിവിടെ കാണാൻ പറ്റും. അയാളെ കണ്ടാൽ തന്നെ അറിയാം ഈ ഗാങ്സ്റ്ററിലെ ലീഡറാണെന്നാണ് തോന്നുന്നത്. ഐ തിങ്ക് no one can handle him like he's a monster like you know the middleman like in the backside one man showing their t-shirt like Bermuda. അപ്പോൾ ദീപാവലി നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതെ, ദീപാവലിയുടെ വളരെ മുഖീനമായ സ്ഥലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിളിച്ചാൽ ഇതാണ് സൽമാൻ, നമ്മളെ പുതിയ നടക്കുന്നതാണ് സൽമാൻ. ഇതാണ് സൽമാൻ, അതാണ് സൽമാൻ. ഹലോ. അപ്പോൾ നമ്മൾ നടന്ന് നമ്മളൊരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ഏരിയയിലാണ് ചില മത്താപ്പു പൂത്തിരി അതുപോലെയുള്ള ചില സമ്പ്രദായങ്ങളിലെല്ലാം വിളയാടുന്ന ഒരു സ്ഥലമുള്ളത്. നമ്മളിപ്പോൾ അവിടേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ കേരള സമ്പ്രദായമായ ടർഫ് ഇവിടെ കാണപ്പെടുന്നതാണ്. അതാ അപ്പോൾ ഓരോന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിലേക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിന് കുറേ പൊട്ടിട്ടാ, അവൻ്റെ അടുത്ത് കുറേ ഉണ്ട്. അതെങ്ങനെ എപ്പോൾ തുടങ്ങിയതാണ് പൊട്ടിക്കാൻ? അതാ ആ കാണുന്നവനാണ് ഇതിൻ്റെ തലവൻ എന്ന് തോന്നുന്നു.
ചമ്പരം പടിഞ്ഞിരുന്ന് പൊട്ടിക്കുകയാണ് അവൻ്റെ ഹോബി. അതാ വളരെ ഒരു നല്ലൊരു ഇതാണ് ആ പൊട്ടിച്ച് തീർക്കുന്നത്. ഇനി അടുത്തത് പൊട്ടിക്കാനായിട്ട് മുന്നിലേക്ക് വേറെ ഒരാൾ വരികയാണ്. ഇതാ ദീപാവലി പ്രമാണിച്ച് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അവരുടെ മുഖം കണ്ടാലറിയാം അവർ നല്ല പൊട്ടിക്കുന്നവരാണെന്ന്. അതൊരു വലിയൊരു പൊട്ടലായിരുന്നു. അതടക്കം പൊട്ടിപ്പോയിട്ടുണ്ട്. അത് പൊട്ടി. അതെ പൊട്ടിക്കണ്ടേ. അതെ നമ്മൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പടക്കം വാങ്ങാനാണ്. മത്താപ്പൂ പൂത്തിരി. മത്താപ്പൂ പൂത്തിരി വരൂ. അപ്പൊ നമ്മളിപ്പോ പോയി ഇതിന്റെ ഒരു മൂലയിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് എല്ലാ പടക്കങ്ങളും നമുക്ക് ആവശ്യമായ സാമഗ്രികളെല്ലാം കിട്ടാൻ പോകുന്നത്. സൽമാൻ, ഇതിനെ കുറിച്ച് ഇതാ നമ്മുടെ കേരളീയ സമ്പ്രദായമായ ടർഫാണ് നമ്മുടെ ഇടതുഭാഗത്ത് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ ടർഫിലേക്കൊന്ന് ചൂണ്ടിക്കാണിക്കൂ. അതെ, കേരളീയ സമ്പ്രദായമായ ടർഫ്. പക്ഷെ അതിനുള്ളിൽ ഫുട്ബോൾ അല്ല കളിക്കുന്നത്, ക്രിക്കറ്റാണ്. ഇവിടെ അധികം പേരും കളിച്ചു വരുന്നത് ക്രിക്കറ്റ് തന്നെയാണ്. അവർക്ക് അതേ കളിക്കാൻ അറിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫുട്ബോൾ അങ്ങനെ കളിച്ചു വരാറില്ല ഇവിടെ ആരും. സത്യം. അതെ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുകയാണ്. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെസ്സപ്പെട്ടോമിയൻ നദീകരയിലൂടെ അമ്പരചുംബികളായ പടക്കക്കടകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. വർഷത്തിൽ ഒരു പ്രാവശ്യം കാണുന്ന അതിസാഹസികമായിട്ടുള്ള പടക്ക കച്ചവടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതെ, മെസ്സപ്പൊട്ടേമിയൻ സംസ്കാരം പിന്നീടാക്കാം. നമുക്കിപ്പോൾ വന്ന വഴി തിരികെ പോകേണ്ടി വരും. ഇത് നേരെ പോയാൽ വണ്ടി എടുത്ത് വന്നാലോ? വെറുതെ രസല്ലേ? അല്ല, ഇങ്ങനെ SJ അങ്ങനെ പോയാലോ? അതെ, ഇതാ നമ്മുടെ നാട്ടിൽ 60 രൂപ മുതൽ ചെറിയ പൈസക്ക് തുടങ്ങുന്ന കരിക്കാണ്. ഇവിടെ 80 രൂപ 90 രൂപയാണ് ഇതിന്റെ വില നിരക്ക്. നിരവധി ആളുകൾ ഇവിടെ വന്ന് കരിക്ക് കുടിക്കാറുണ്ട്. കാണാനില്ല. അദ്ദേഹം സോഷ്യൽ മീഡിയ യുഗത്തിന്റെ തലയിൽപ്പെട്ട് അതിൽ നിന്നും മയങ്ങിപ്പോയതാണ്. നമ്മളുടെ കാലച്ചുകൾക്കൊപ്പം മൂപ്പർക്ക് അത് നടക്കാൻ കഴിയുന്നതില്ല. മെസോപ്പൊട്ടേമിയൻ സംസ്കാരങ്ങളിൽ കണ്ടുവരുന്ന ഒരു തരം ഓട്ടമത്സ്യമാണ് നമ്മൾ മുണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെള്ളപ്പൊക്കമുണ്ട്. നമ്മളുടെ ഓരോ പാദവും നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് വെക്കേണ്ടതാണ്. വെറുപ്പിച്ചല്ലോ നായി. ഇല്ല, ഇനി ചെലവെല്ലാം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ നമ്മളോട് ദുസ്സഹനമായ ഒരു പാത കടന്നു വന്നിരിക്കുകയാണ്. അടുത്തതായി നല്ല റോഡാണ് അവർ പറയുന്നത്. നല്ല റോഡ് ഇതാണ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ നല്ല റോഡ്. ഇന്ത്യയിലും എന്നല്ല, എല്ലാ രാജ്യത്തും അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം ആഘോഷമല്ല ദീപാവലി എന്ന് പറയുന്നത്. ഒരു നമ്മളാരും വിളിക്കേണ്ടിരുന്ന തമിഴ്നാട്ടിൽ ഒരു പ്രത്യേകതരം ആചാര്യമായിട്ട് കടകടപ്പെട്ട കാര്യമാണ്. ദീപാവലി വളി ഇടുമ്പോഴാണ് ദീപാവലി ഉണ്ടായത്. ഇതിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഇവിടെ കണ്ടുവരുന്ന ഒരു തരം ചായക്കട, അഥവാ നമ്മുടെ ഭക്ഷണശാലയാണ് ഈ കണ്ടുവരുന്നത്. ഈ വലത്തേ ഭാഗത്ത് ഒരു പ്രാഥമിക ചെറുകിട വ്യവസായമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ കുടുംബജീവിതം കഴിഞ്ഞു പോകുന്നത് ആ ഒരു ചെറിയ ബിസിനസ്സിൽ നിന്നുമാണ്. ദീപാവലി നാളേക്ക് ദീപാവലിക്ക് നമ്മ സംഭവം നമ്മൾ ചെന്നൈയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്കാണെങ്കിലും ഇവിടുത്തെ അധികം വലിയ പൈസക്കാരുടെ പിള്ളേർ പഠിക്കുന്ന ഒരു തരം വലിയ കോളേജും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്കൂളുമാണ് നമ്മൾ കണ്ടുവരുന്നത്. അതാണ് ഇതാ ഈ ഇടതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതാ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ താങ്കൾ? ആ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ പ്രസ്റ്റീജ് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ചെന്നൈയിൽ കാസാഗ്രാൻഡ് പോലെ തന്നെ അധികം ഫേമസ് ആയിട്ടുള്ള മറ്റൊന്നാണ് പ്രസ്റ്റീജ്. അതും വളരെ എക്സ്പെൻസീവ് ആണ്. ஏன் அவர் தான் ஸ்லாங் உனக்கு கிடைக்கலங்க? நீ அவர்கிட்ட பேசணும். நீ அவர்கிட்ட பேசிட்டு பழகணும். அப்போதான் உனக்கு அவரோட ஸ்லாங் கிடைக்கும். நீ பேசாமல் சும்மா அந்த பக்கம் 1 கிலோமீட்டர் லாங்கில் இருந்து இப்படி பார்த்து அந்த பொண்ணு நல்லா இருக்கு அப்படின்னு
நினச்சா ஒரு இது இல்லை. அப்போ உனக்கு ஸ்லாங் கிடைக்காது, ஒரு இது கிடையாது. நான் வ்ளாக்னால எதுவுமே சொல்லலை. எதுக்கு கேட்கட்டும்? இந்த மைக் வச்ச ரெடி இல்லை? ஓகே, நம்ம தமிழ் பேச போகிறோம். அவ்வளோதான். ஏன்னா இனி ஃபுல்லு நம்ம மலையாளம் இல்லை, நம்ம தமிழ் பசங்களா எல்லாரும் இனி பக்கா லோக்கல் தமிழ் தானே. சல்மானே, உங்ககிட்ட என்ன சொல்லணும்? நீ இந்த ஏரியா குறித்து கொஞ்சம் சொல்லிக் கொடு. எனக்கு கொஞ்சம் தான் தெரியும், உனக்கு தான் நல்லா தெரியும். ஏன்னா இதுக்கு முன்னாடி ஒரு 3 நாள் முன்னாடி எனக்கு ஃபீவர் அதிகமாக இருந்துச்சு. அதனால இந்த ஃபீவரே முடியல. ஃபீவர் முடிஞ்சிருக்கு, ஆனால் இருமல் மட்டும் போக மாட்டேங்குது. நிறைய டாக்டரை காமிச்சேன், சொல்லி ஆகணும், அந்த இருமல் மட்டும் போக மாட்டேங்குது. ஏன்னா எனக்கு வந்து கூலிங் வேலை இல்லை. நான் இது ஆனா அவனுக்கு அது மட்டும் தான் தெரியும். நம்ம இங்க பார்க்கும்போது நிறைய பட்டியை பார்த்துருக்கோம். ஆனா இங்க சென்னையில நிறைய பட்டி இருக்கும், கூலிங். ஆனா நம்ம தொந்தரவு பண்ணாது. அது நம்ம கிட்ட கொஞ்சம் விளையாடிதா அவ்வளவுதான், அந்த மாதிரி தான் பண்ணுவோம். நம்ம கேரளால பட்டி வரும்போது நம்மள தொந்தரவு பண்ணிட்டே இருக்கும். அதுதான் ஃபுல் டைம் இரிட்டேஷன் ஆகி மாறிட்டு இருக்கு. ஆனா இங்க ஏதாச்சும் இருக்கும், அது இருக்காது. நமக்கு எதுவுமே கேரண்டி இல்லைல்ல. கேரண்டி இருக்கிற வரைக்கும் போயிட்டே இருக்கலாம், அவ்வளோதான். ഇതിൽ ആവശ്യമില്ലാത്തൊക്കെ കുറേ ഡൗട്ടാ നമുക്ക് ഇരുന്ന് കാണാം. நம்ம இப்போ என்ன பண்ண போறீங்கன்னா, நாளைக்கு நாள் தீபாவளி, நம்ம பட்டாசு வாங்க போகிறேன். தீபாவளின்னா சென்னையில் ரொம்ப ஸ்பெஷலு. 3 நாள் 4 நாள்லாம் செம்ம பட்டாசு வெடிக்கும். நம்ம இப்போ 10,000 ரூபாய்க்கு பட்டாசு வாங்கிட்டு செம்மையாக பிடிக்கிறான், பயங்கரமாக படிக்கிறான். அவன் ஃபோன் விളിக்கே இருக்கு, ஃபோன் பண்ணிட்டு இருக்கும், அது வந்துட்டா இருக்கு. பரவாயில்ல, நம்ம போயிடலாம். இந்த சைடு பாருங்க, காசு வச்சிருக்கியா? பைசாண்டா அது ஜூம் பண்ண முடியுமா? ஏய் எங்கடா இருக்கியா? டேய் வாடா, ஸ்ட்ரைட்டா வாடா, ரோட்ல வாடா. மிடில்ல நம்ம பட்டாசு கடைக்கு போறடா, பட்டாசு கடைக்கு போறேன். அவர் தீபாவளி ஆഘോഷിക്കുകയാണ്. ஆமா, நம்ம சிஎன்ஜி போடுற பம்பு இருக்குல்ல, அதுக்கு முன்னாடி ஒரு பட்டாசு கடை. ஆமா ஆமா, அங்கதான் സെന്ററിൽ വാടപ്പാ. വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ കൺമുമ്പിൽ കാണുന്നതൊന്നും നമ്മൾ ആസ്വദിക്കുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന വലിയൊരു തെറ്റ്. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ കൺമുമ്പിൽ കാണുന്നതിന് ആസ്വദിക്കാൻ പഠിക്കണം ആദ്യം. എന്നാലേ നമുക്ക് സെൽഫായിട്ടൊരു സന്തോഷം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയുള്ളൂ. കുറെ സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് കാര്യമില്ല, കാണുന്ന കാഴ്ചകൾ മനസ്സിൽ ഉൾക്കൊള്ളാൻ സാധിക്കാൻ കഴിയും. ஓகே ஓகே, இங்க வெயிட் பண்ணிட்டு இருக்கா, அதான் அங்க பாருங்க, அதுதான் நம்ம അഭിലാസി സത്യടേടാ. ഇവിടെ അടുത്ത് തന്നെ ഒരു പടക്കക്കടയുണ്ട്. കാര്യം നമുക്ക് അവിടുന്ന് 10 പാക്കറ്റ് പടക്കം 500 രൂപയെ വരുള്ളൂ. ഏത് ഈർക്കൽ പടക്കം പോകുന്ന വഴിക്കൽ ഒരൊറ്റ കുട്ടീനെ നിർത്തരുത്, ഫുള്ള് പൊട്ടിക്കാം നമുക്ക്. പടക്കം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിംസാർ ലാക്സ്. അപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ചെന്നൈയിലെ പടക്കപ്പീടികയിലാണ്. നമ്മുടെ നാട്ടിൽ പെരുന്നാത്തലേന്ന് കാണുന്ന തിരക്ക് പോലെയാണ് ദീപാവലി തലേ ദിവസങ്ങളിൽ ചെന്നൈയിൽ കാണുന്ന പടക്കപ്പീടികകളിൽ. ഈ കാണുന്നതെല്ലാവരും ഇവിടെ പടക്കം വാങ്ങാൻ വന്നവരുടെ തിരക്കാണ്. നമുക്കതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെല്ലാം. കമോൺ. കണ്ടുവരുന്ന കൊട്ടയിലാണ് ഇവിടെ പടക്കങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കൊട്ടയിലാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നത് പോലെയാണ് ഇവിടെ പടക്കം നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ പടക്കങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം അത്യാവശ്യം വില വരും. ഇത് എവ്വളോ എനിക്കറിയില്ല, கேஜி தான், கேஜி ரேட்டு தான் இங்கே எல்லாத்துக்கும். கேஜி ரேட்டு தானே, അതെല്ലാവരും 500 രൂപക്ക് 1 kg அந்த மாதிரி தானே. അതാ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തത കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1000-ന്റെയും 500-ന്റെയും നോട്ടുകളാണ് അടക്കി വെച്ചിരിക്കുന്നത്. ആ കാണുന്നതാണ് 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ. അതാ 200-ന്റെ ഒറ്റ നോട്ട്, 100-ന്റെ ഒറ്റ നോട്ട്, 2000-ന്റെ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയ നോട്ടുകൾ വരെ, 2000-ന്റെ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയ നോട്ടുകൾ വരെ ഇവിടെയുണ്ട്. ഈ ഒരു പടക്കക്കടയുടെ തിരക്കിൽ നിന്നും നമ്മൾ കണ്ടെത്തിയത് ഈ ഒരു പടക്കത്തെയാണ്. ഇതാണോ നമ്മൾ എടുക്കാൻ പോകുന്നത്? അങ്ങനെ ഈ പടക്കത്തെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നു. അല്ല ഇത് കൊണ്ടുകൊടുത്താൽ മതി. വാ,
இந்த പടക്കം ഇത് പോതൂടാ ഇത് ട്രെയിൽ കൈവാണത്തിന് എൻ്റെ വൈഷ്ണവന്റെ പറ്റുന്ന കൈവാണം. അത് ഇതിന്ന് ട്രെയിൽ അടിക്കാം. പടക്കത്തിന്റെ ആംബിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം പൊട്ടാസ് എടുക്കാം, മാണം പൊട്ടി എടുക്കാം, നിലത്ത് നിൽക്കുന്ന പൊട്ടി എടുക്കാം, എല്ലാം പേപ്പർ ബോംബ് എടുക്കാം. ഇതിനൊക്കെ പറ്റി പറയുന്നത് പേപ്പർ ബോംബാണ്. പടക്കങ്ങൾ എന്നും ഒരു വീക്ക്നെസ് ആയിരുന്നു രാജുവിന്. അതെ, പണ്ട് മുതലേ സിമിയുടെ വീക്ക്നെസ് ആയിരുന്നു പടക്കങ്ങൾ പൊട്ടുന്നത് പോലെയായിരുന്നു ക്ലാസ്സുകളിൽ പൊട്ടിക്കൊണ്ടിരുന്നത്. ജിന്ദഗി മേ ധഡ്കൻ നെയ് എന്നൊരു ചൊല്ലിലാണ് പടക്കത്തിനോട് ഈ വീക്ക്നെസ്. പ്ലസ് ടു പൊട്ടിയത് മുതൽ ഞാൻ പടക്കങ്ങൾ അഗാധമായ പ്രണയത്തിലായി. പിന്നെ അങ്ങോട്ട് വാണങ്ങളോട് വേണം. നമ്മൾ ഇതേ മറ്റൊരു സ്ക്വയർ എടുക്കാൻ ഗൈസ് 2100 ബഗ്സ് ലൈക്ക് റെഡ് ഫോർട്ട് പൊട്ടലാണ് സൽമാൻ. പടക്കത്തിനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ദീപാവലിക്ക് പൊട്ടിക്കണോ അതോ വെറുതെ നിൽക്കുമ്പോൾ പൊട്ടിക്കണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പൊ ഒന്ന് പൊട്ടിക്കാം, നാളെ ഒന്ന് പൊട്ടിക്കാം. സൽമാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ ഒന്ന് പൊട്ടിക്കാം, നാളെ ഒന്ന് പൊട്ടിക്കാം. മതിയോ? അത്രക്കണ്ടേ ഗൈസ് സെമീർ സെലക്ട് ചെയ്യുകയാണ് ഗൈസ്. ഏതെടുക്കണ്ട എന്നുള്ള ഭയങ്കര ചർച്ചയേറിയ ഒരു ഭയങ്കര അഗാധമായ ചർച്ചയിലാണ്. നമ്മൾ പടക്കം വാങ്ങിയിട്ടുണ്ട്. ബാ അങ്ങോട്ട് വരാം. ബാ ഇതൊരു പാക്കറ്റില്ല പൊട്ടി. ഉണ്ടാ വെള്ളത്തിക്കൊന്നും ഇടല്ലേ നായേ. ഇത് അതിനകത്ര വലിയ പാലപ്പടക്കം നല്ലത്. അയ്യോ അച്ഛാ ഉണ്ട് തെണ്ണുകൊണ്ടിക്ക്. അയ്യോ കുട്ടു 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 കുട്ടു. ഇത് കഴിഞ്ഞാ